ആത്മേ ത്യാത്മവിതാം കൃത്യജേതാം ഭർത്താമര ജ്യോതിഷ. നിങ്ങളുടെ നാളും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിലേക്ക് ഇട്ട് തരണം. തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് 2025 ജൂൺ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ആഴ്ച ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടെ വിചിന്തനം ചെയ്യുന്നത്. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നമുക്ക് ഇവിടെ നിന്ന് വിചിന്തനം ചെയ്യാം. ചിരകാല അഭിലാഷമായ വീടുപണി പൂർത്തീകരിക്കാൻ ഇടയാകും. ഭരണ സംവിധാനത്തിലൂടെ വിവിധ നിർദ്ദേശങ്ങൾ തേടും. ഔദ്യോഗികമായ ദൂരയാത്രകളും ചർച്ചകളും തൊഴിൽപരമായി ആവശ്യമായി വരും. ഭരണി പറയുന്ന വാക്കുകൾ ഫലവത്തായി തീരും. സന്ധി സംഭാഷണങ്ങളിൽ വിജയം കൈവരിക്കും. അർഹമായ പിതൃസ്വത്തുക്കൾ രേഖാമൂലം ലഭിക്കുവാൻ ഇടവരും. കാർത്തിക നിലവിലുള്ള വീടിനേക്കാൾ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാൻ അഡ്വാൻസ് കൊടുത്ത് കരാർ എഴുതും. വ്യവസായം പുനരാരംഭിക്കുവാൻ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യും. വിനോദയാത്ര പോകാനുള്ള അവസരങ്ങൾ വന്നുചേരും. രോഹിണി വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കാൻ ഇടയാകും. പട്ടണത്തിൽ പുതിയ ഗ്രഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതാൻ ഇടവരും. പുത്രന് നല്ല ഉദ്യോഗം ലഭിച്ചതിൽ ആശ്വാസം തോന്നും. മകയിലും ചുമതല ബോധമുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാർത്ഥത തോന്നാൻ ഇടയാകും. കീഴ് ജീവനക്കാരുടെ സഹകരണത്താൽ പുതിയ കർമ്മങ്ങൾ ഏറ്റെടുക്കും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. കായിക മത്സരങ്ങളിൽ വിജയിക്കുവാൻ ഇടവരും. തിരുവാതിര കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. വിവാഹത്തിന് തീരുമാനം ആകും. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഈ തിരുവാതിരക്കാർ വളരെ ശ്രദ്ധിക്കണം. പുണർവം വിഭാവനം ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ വിദഗ്ധ ഉപദേശം തേടും. കാർഷിക മേഖലയിൽ ആവശ്യമായ നൂതന ആശയങ്ങൾ നടപ്പിലാക്കും. നിലവാരം കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് ത്വക്ക് രോഗ സംബന്ധമായ രോഗം വിടാൻ ഇടവരും. പൂയം ദീർഘകാല സുരക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും. ശ്രമിച്ചു വരുന്ന വിവാഹത്തിന് തീരുമാനം ഉണ്ടാകും. അമിത വ്യയം
നിയന്ത്രിക്കാൻ മറക്കരുത്. ആയില്യം. വേണ്ടപ്പെട്ടവർ ഉയർച്ചയിൽ അനുമോദനങ്ങൾ അർപ്പിക്കാൻ ഇടവരും. വസ്തുതർക്കം മീഡിയേറ്റർ വഴി പരിഹരിക്കും. യാത്രാക്ലേശങ്ങളും ചുമതലകളും വർദ്ധിക്കുന്ന കാര്യങ്ങൾക്ക് ജോലിയിൽ പ്രമോഷൻ ഇടയാവും. മകം. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. അവധിയെടുത്ത് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. പഠിച്ച വിദ്യ അവലംബിക്കാൻ ഇടയാകും. പൂരം. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. വിദഗ്ധ ഉപദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത്. ആശ്വാസത്തിന് വഴി ഒരുക്കും. സാമ്പത്തിക ദുരുപയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ നിർബന്ധമായിട്ടും പിരിച്ചുവിടാൻ ഇടയായി തീരും. ഉത്രം. സമചിത്തതയോടുകൂടിയുള്ള സമീപനത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടും. പൊതു പ്രവർത്തനങ്ങളിൽ ആദരവ് നേടാനിടവരും. നിഷ്ഠകളോടുകൂടിയ ജീവിത രീതിയിൽ പകർച്ചവ്യാധികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാവും. അത്തം. ആദരണീയവരാരുടെ കൂട്ടത്തിൽ ആദരണീയമായ സ്ഥാനം ലഭിക്കും. മേലധികാരികളോടുള്ള വാക്കുതർക്കങ്ങൾക്ക് പോകരുത്. യാത്രാവേളയിൽ പണവും വിലപിടിപ്പുള്ള രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ചിത്തിര. തിരസ്കര മനോഭാവത്തോടു കൂടിയുള്ള മേലധികാരികളുടെ സമീപനം രാജിവെക്കാനുള്ള തീരുമാനത്തെ സൃഷ്ടിക്കപ്പെടും. ചിത്തിര. തിരസ്കരണ മനോഭാവത്തോടു കൂടിയുള്ള മേലധികാരികളുടെ സമീപനം അന്തിമമായി അവധി ലഭിച്ചതിനാൽ ജന്മനാട്ടിൽ എത്തിച്ചേരുന്നതിനും മാതാപിതാക്കളോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഇട വരികയും ചെയ്യും. ചോതി. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടും. ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾ പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടും. സ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇടയാവും. വിശാഖം. വ്യാപാര വ്യവസായ മേഖലകളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഊർജസ്വലമായ പ്രവർത്തനങ്ങളാൽ സർവകാര്യ വിജയം നേടും. പുനഃപരീക്ഷയിൽ ജയിക്കും. അനിഴം. പ്രവൃത്തിയിലെ നിഷ്കർഷയാൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകും.
ഗൃഹനിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കപ്പെടും. അപര്യാപ്തതകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിയുടെ സമീപനത്തിൽ ആദരവ് തോന്നാൻ ഇടവരും. തൃക്കേട്ട സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ ഏറ്റെടുത്ത ജോലികൾ പൂർത്തീകരിക്കാൻ ഇടയാവും. മക്കളോടൊപ്പം അന്യദേശത്ത് മംഗളകർമ്മങ്ങളിലും വാർഷിക ആഘോഷങ്ങളിലും പങ്കെടുക്കുവാൻ ഇടവരും. വിദഗ്ധോപദേശം തേടാതെ യാതൊരു പ്രവൃത്തികളും ഏറ്റെടുക്കരുത്. മൂലം ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ബന്ധുമിത്രാദികളോടുകൂടി ഉല്ലാസയാത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. രക്തദൂഷ്യജന്യമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടാൻ ഇടവരും. പൂരാടം വിൽപ്പനോദ്ദേശത്തോടുകൂടി പുതിയ ഭൂമി വാങ്ങുവാൻ ഇടവരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കണം. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. ഉത്രാടം വസ്തുനിഷ്ഠമായി പ്രവർത്തിക്കുന്ന മേഖലകളിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ ഇടവരുമെങ്കിലും ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കാൻ ശ്രമിക്കണം. പൊതു പ്രവർത്തനത്തിൽ സജീവമാകും. തിരുവോണം ശ്രമകരമായ പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. കുടുംബ തർക്കങ്ങൾ രമ്യരായി പരിഹരിക്കാൻ ഇടവരും. സുഹൃത്ത് സഹായത്താൽ വീട് പണി പൂർത്തീകരിക്കാൻ ഇടയാകും. അവിട്ടം കുടുംബസമേതം വിശേഷപ്പെട്ട ദേവാലയത്തിൽ സന്ദർശനം നടത്തുവാൻ ഇടവരും. യാത്രാവേളയിൽ പണം, വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ മറക്കരുത്. കാര്യ കാരണം സമർപ്പിക്കുന്ന അപേക്ഷകൾ തീർച്ചയായും പരിഗണിക്കപ്പെടും. ചതയം മാതൃകാപരമായ ആശയ ആവർത്തന പ്രവൃത്തിയിൽ പ്രയോഗത്തിൽ കൈവരുത്തും. പൊതുജന അംഗീകാരം വർദ്ധിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ഐക്യത ഉണ്ടാകാൻ ഇടവരും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമായി തീരും. തെറ്റാതി മാതാപിതാക്കളെ മാസങ്ങളോളം താമസിപ്പിക്കുവാൻ വിദേശത്തേക്ക് കൊണ്ടുപോകും. ഉല്ലാസ വിനോദയാത്രകൾ മംഗളമാക്കി തീർക്കും. ഭക്ഷ്യ വിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ഉത്രട്ടാതി നിഷ്കൃതത്തിലെ പിരിച്ചുവിട്ട് കർമ്മോത്സുകരായവരെ നിയമിക്കാനും ശ്രമിക്കും. പറയുന്ന വാക്കുകൾ ഫലപ്രദമായി തീരും.
കരാർ അടിസ്ഥാനത്തിൽ പുതിയ പ്രവൃത്തികൾ ഏറ്റെടുക്കും. രേവതി ചുമതലാബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും. ചിരകാല അഭിലാഷ പ്രാപ്തിയായ വിദേശയാത്ര സഫലമാവും. പുണ്യ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടവരും. കർമ്മ പുരോഗതിക്കായി കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കും. ഇതോടുകൂടി ആഴ്ചവല ഇവിടെ അവസാനിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താഴെപ്പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.